ഇന്ന് വീണ്ടും ഒരു ട്രിവാൻഡ്രം യാത്രയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ യാത്ര ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല. നമ്മുടെ പുതിയ ഷീ സ്റ്റൈലിലെ സ്റ്റാഫായ അർമാൻ്റെ സാധനങ്ങളൊക്കെ നേരത്തെ നിന്ന് അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിലായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതൊക്കെ ഉണ്ടോ. അവർ നമുക്ക് നല്ലൊരു വെൽക്കം തന്നെ തന്നു. അത് നമ്മൾ ചെന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കുറച്ച് സ്നാക്സും സെറ്റിങ്സും ജ്യൂസും ഒക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മൾ ചെന്നത് അവർക്കും വലിയ സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് അങ്ങ് വെറുതെ തിരിച്ച് വരണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പറ്റുന്ന ബീച്ചുകളൊക്കെ ഒന്ന് പോയി കേട്ടോ. നമ്മൾ ഹൗവ ബീച്ച്, ശംഖുമുഖം, വർക്കല, അങ്ങനെ എല്ലാ ബീച്ചുകളും കയറി ഇറങ്ങി കണ്ട് കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അർമാൻ മാത്രമല്ല, നമ്മുടെ സ്വന്തം ആൻഡ്രോച്ചാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെറിയ ചെറിയ കടകളിലൊക്കെ ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് പോയത് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്, മട്ടൺ സൂപ്പാണ് കേട്ടോ. ആ മട്ടൺ സൂപ്പ് കഴിക്കുമ്പോൾ ആൻഡ്രോച്ചാൻ്റെ കയ്യിലെ ആമമോതിരത്തെ പറ്റി ഞാൻ ചോദിച്ചു. അന്നേരം അതിനെപ്പറ്റിയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പുറത്തെ കയ്യിൽ കിടന്ന ജന്മനക്ഷത്രക്കല്ലും വെറുതെ ഒരു രസത്തിന് ചോദിച്ചാണ്, എന്നാലും അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. അർമാനും നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനും എടുക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോരോ സ്ഥലത്ത് പോവുക, ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ തന്നെ ആയിരുന്നു കൂടുതലും ചെയ്തത്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ അർമാനും എടുത്തു കേട്ടോ. വീഡിയോസൊക്കെ വേണം. അപ്പം നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവനും ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം, അതാണ് കണ്ടീഷൻ. അങ്ങനെ അവിടുന്ന് വീണ്ടും അതെ നമ്മൾ പറഞ്ഞായിരുന്നു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അതാണ് മെയിൻ എന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കഴിച്ച കൂന്തൽ നിറച്ചത് ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു. എങ്കിലും അവസാനത്തെ 4 പേർക്ക് വേണ്ടി കിട്ടി. ആകെ 4 മറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് കിട്ടി. അപ്പോൾ ഈ കൂന്തൽ നിറച്ചത് ഞങ്ങൾ കഴിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് വാങ്ങിക്കൊണ്ട് വരണേന്ന്. പക്ഷേ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോലും സാധനമില്ല. അപ്പോൾ കിട്ടിയത് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അവിടെ ഭയങ്കര രസമാണ് കേട്ടോ. അവിടുത്തെ ഒരു മ്യൂസിക്കും ഒരു ആംബിയൻസും ആ ഒരു സന്ധ്യാസമയത്തെ ഒരു ആംബിയൻസ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചിന് പോന്നു.